സംസ്ഥാനത്തെ വേനൽമഴ സജീവമാകാൻ സാധ്യത എന്ന വാർത്ത വരുന്നു. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 11 ജില്ലകളിൽ ഇന്നും നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, ചൂട് കനക്കുമെന്ന മുന്നറിയിപ്പ് ഒരു ഭാഗത്ത്, വേനൽമഴയ്ക്കുള്ള സാധ്യത ഒപ്പം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അല്ലേ? എന്തൊക്കെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അലക്സ്? ഉന്മേഷ, സംസ്ഥാനത്ത് താപനില ഉയർന്നു തന്നെ തുടരും. അതേസമയം സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകാൻ കൂടി സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വേനൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, ഇന്നും നാളെയുമൊക്കെ. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ മധ്യ കേരളത്തിലെ മലയോര മേഖലകളിലായിരിക്കും വേനൽ മഴ കൂടുതലായി ലഭിക്കാൻ സാധ്യത. നാളത്തേക്ക് ശേഷം വടക്കൻ കേരളത്തിലേക്ക് വേനൽ മഴ സജീവമായി ലഭിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് യെല്ലോ അലർട്ട്. കോഴിക്കോടും വയനാടും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ മഴയിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും അതുപോലെ കാറ്റോടും കൂടിയ മഴയ്ക്കായിരിക്കും സാധ്യത. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉയർന്ന താപനില മുന്നറിയിപ്പാണ്. സംസ്ഥാനത്ത് 11 ജില്ലകളിൽ ഇന്നും നാളെയും താപനില ഉയർന്നു തന്നെ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കാസർഗോഡ് ജില്ലകളിൽ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നത് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 0.5 മുതൽ 1.1 മീറ്റർ വരെ ഉയരത്തിലെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് കേരള തീരത്ത് എന്നുള്ളതാണ്. നാളെ രാത്രി വരെ കടലാക്രമണത്തിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. വടക്കൻ തമിഴ്നാട് തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും സമാനമായി കടലാക്രമണത്തിനും അതുപോലെ ഈ മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് മറ്റു തടസ്സങ്ങൾ നിലവിൽ ഏർപ്പെടുത്തിയിട്ടില്ല. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.